മഹിഷി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന പുത്രനാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്നു വരം വാങ്ങി പാലാടി കടഞ്ഞ് അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അമൃത് തിരിച്ചുവാങ്ങാൻ മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടി. ശിവനും മോഹിനിക്കും അയ്യപ്പൻ ജനിച്ചു. അയ്യപ്പനെ പമ്പാനദിക്കരികിൽ കിടത്തി. പന്തളം രാജാവ് കുഞ്ഞിനെ കണ്ടെത്തി കൊട്ടാരത്തിൽ കൊണ്ടുപോയി മണികണ്ഠൻ എന്ന പേരു നൽകി വളർത്തി. അന്ധനും ബധിരനുമായ മകന് കാഴ്ചയും കേൾവിശക്തിയും നൽകിയതോടെ അയ്യപ്പൻ സാധാരണ മനുഷ്യനല്ലെന്ന് ഗുരു മനസ്സിലാക്കുന്നു. രാജാവിനും രാജ്ഞിക്കും ഒരു കുഞ്ഞു ജനിക്കുന്നു. അയ്യപ്പൻ വളർന്നതോടെ മന്ത്രിക്ക് അസൂയ മൂക്കുകയും രാജ്ഞിയോട് കുതന്ത്രം ഓതിക്കൊടുക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ മന്ത്രി നൽകിയ വിഷപ്പാൽ കഴിച്ച് രാത്രിയിൽ നീരിച്ചു കിടന്ന അയ്യപ്പനെ ചികിത്സിക്കാൻ പരമശിവൻ നേരിട്ടെത്തുകയും വിഷം ആവാഹിച്ചെടുക്കുകയും ചെയ്തു. മന്ത്രിയുടെ തന്ത്രപ്രകാരം രാജ്ഞി തലവേദന നടിച്ചു കിടക്കുകയും വൈദ്യന്മാർ പുലിപ്പാൽ വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അയ്യപ്പൻ പുലിപ്പാലിനായി ചെന്നു. വഴിയിൽ സുഹൃത്തായ വാവരെ കണ്ടുമുട്ടി. ദേവേന്ദ്രൻ മണികണ്ഠന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മഹിഷിയെ കൊല്ലണമെന്ന് നിർദ്ദേശിക്കുന്നു. മഹിഷിയും അയ്യപ്പനും ഏറ്റുമുട്ടുന്നു. തളരുകയും അതിൽ നിന്ന് മാളികപ്പുറത്തമ്മ പുറത്തു വരികയും ചെയ്യുന്നു. ദേവേന്ദ്രൻ പുലിയായി മാറി. അയ്യപ്പൻ പുലിപ്പുറത്ത് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നു. ജന്മോദ്ദേശം പൂർത്തിയായി എന്നും ഇവിടുന്ന് എയ്യുന്ന അമ്പു പതിയുന്നിടത്ത് ക്ഷേത്രം കെട്ടാനും പറഞ്ഞ് അയ്യപ്പൻ മറഞ്ഞു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.